യു ആർ ഓൾറെഡി ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എന്റെ നിശ്ചയ. എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, വേറെ ആരും പാടില്ലായിരുന്നു. എന്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോ പോലും എനിക്ക് ഒരു റൂൾസും ബാധകമല്ലായിരുന്നു. നീ ഇത് എന്ത് വാങ്ങിച്ചിട്ടാ? മുറ്റത്ത് നിന്ന് വീഡിയോ തീക്കരുത്, തുപ്പരുത്. What do you think about me? See, girl, this is my house. ഇവിടെ മൈ റൂൾസ് ഓൺലി. ഓക്കെ, നിധി ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത്? എന്താ അത് പറയാൻ നീ ആരാ? നീ നിന്റെ ചുമതല ആദ്യം ചെയ്യ്. കല്യാണം കഴിച്ചൊരു പാവം പെൺകുട്ടിയെ മുറിയിൽ അടച്ചിട്ടിട്ട് യുവന്മാരുടെ കൂടെ കിടന്നുറങ്ങുന്നവനാണോ നീ? ഷെയിംലെസ് ബാച്ചിലർ ബോയ്. അച്ഛൻ വന്നേ, കൈടാ അച്ഛൻ വന്നേ, കൈകിടറാ. എന്തത്? നീ കൈവിടറാ. ഞാൻ നിങ്ങളെ ഉപദേശമല്ല. ആ പാവം സുഭാഷേട്ടൻ കഷ്ടപ്പെടുന്നത് നിങ്ങളല്ലാതെ വേറെ ആരും മനസ്സിലാക്കാനില്ല. അതുകൊണ്ടാ. ഇയാൾ ആദ്യം ഇവിടെ ഓടിക്കണം. ഇവിടെ എന്ത് പറയണമെന്ന് അറിയത്തൊരാള്. അച്ഛന് മാത്രമല്ലല്ലോ സംശയം, അതെല്ലാവർക്കും ഉള്ളതല്ലേ? മൊത്തത്തിൽ ഓ പിന്നെ തീരെ നന്നായില്ല. അച്ഛൻ തുപ്പിലാണെങ്കിലേ മൊത്തം സെറ്റായി. ഹലോ ഹലോ, ഞാനാണ് മോളെ, ഗോപി പോലീസ്. ഹലോ, മനസ്സിലായില്ലേ? കുട്ടിയുടെ സുധീഷിന്റെ കല്യാണം നടത്തി തന്ന പോലീസ് സ്റ്റേഷനാ വിളിക്കുന്നത്. CPO ഗോപി സാറ്. എന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ ഹലോ, ആ സാർ, മനസ്സിലായി. സുഖമല്ലേ? അതെ സാർ. ആ സുധീഷ് നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? അതെ സാർ, കുഴപ്പമൊന്നുമില്ല. കുറെ ആണുങ്ങൾ മാത്രമുള്ള വീടല്ലേ അത്? അവരുടെ ഭാഗത്തൊന്നും വല്ല പ്രശ്നമുണ്ട്? അയ്യോ സാർ, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാരും വളരെ നല്ലവരാ. അപ്പൊ സുധീഷും നല്ലവൻ, അവന്റെ വീട്ടുകാരും വളരെ നല്ലവർ, അങ്ങനെയല്ലേ? അതെ സാർ. പിന്നെന്തിനാ കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്? സാർ, പറമോളെ, എന്തിനാ അപേക്ഷിക്കാൻ പോയത്? അത് സാറിനെങ്ങനെ മനസ്സിലായി? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമല്ലേ മോളെ? നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ന്യൂസ് കിട്ടാതിരിക്കൂ. നിങ്ങൾ അപേക്ഷിക്കാൻ പോയ വക്കീലില്ലേ, അയാളെ ആദ്യം ഞങ്ങളോട് ഇത് പറയുന്നു. ഞങ്ങളെ കണ്ട ചുമ്മാ കളിക്കാനിരിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഒരു ദിവസം വന്ന് കല്യാണം നടത്തി തരണമെന്ന് പറയുക, 1-2 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ എന്താ ഇത്? കളി തമാശയാ? അയ്യോ സാർ, അങ്ങനെയൊന്നും അല്ല. നിങ്ങളെ അച്ഛൻ എത്രമാത്രം എതിർത്ത കല്യാണമാണെന്ന് അറിയാമല്ലോ. ഞങ്ങൾ പോലീസുകാരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഇത് നടന്നത്. എന്തിനാണത് ചെയ്തതെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ, അവരെ ചേർത്ത് വെച്ചാൽ അവരുടെ ജീവിതം മനോഹരമാകുമെന്ന് കരുതിയിട്ടാ. നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം റിസ്ക് എടുത്തു അറിയാവോ? അത് മനസ്സിലാക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പേരിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങുക ചെയ്യുക. നിങ്ങൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കല്യാണത്തിന് എന്ത് വിലയാണുള്ളത്? ഡിപ്പാർട്ട്മെന്റിലെന്താ കാര്യം? ഹലോ ഹലോ, ലൈനിലില്ലേ? ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? സാർ, അത് ചെയ്യരുതെന്നാ പറഞ്ഞത്, മനസ്സിലായല്ലോ? ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ വിളിക്കണം, ഞാൻ തീർത്തു തരാം. കേട്ടല്ലോ? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ നെക്സ്റ്റ് വീക്ക് വിളിക്കും, അപ്പോഴും ഇതേ മറുപടി എനിക്ക് കിട്ടണം. ഇനി ഡിവോഴ്സ് ഒന്നും പറഞ്ഞ് ഇറങ്ങിയ ആ നിമിഷം ഞാൻ വിവരം അറിയും. കേട്ടല്ലോ? അതുകൊണ്ട് ഇനി ആലോചന വേണ്ട, മനസ്സിലായോ? മനസ്സിലായോ എന്ന്? എന്നാ ശരി. എന്താണ്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഏത് സ്റ്റേഷനിൽ? നമ്മുടെ കല്യാണം നടത്തിയില്ലേ, ആ സ്റ്റേഷനിൽ നിന്ന്. ഇയാളെയും വിളിച്ചോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? സുധീഷിനെ വിളിച്ചോ? പിന്നെ എന്നെ വിളിച്ചിരുന്നു. ആ വക്കീല് കുറ്റിന്ന് തോന്നുന്നു. ഡിവോഴ്സ് എല്ലാം എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടേ ആ CPO കൊറേ ചീത്ത വിളിച്ചു. ഗോപി സാറാണോ? ആ അതെ. അയാൾ തന്നെ എന്നോട് സംസാരിച്ചേ? അല്ല, ഇയാളോട് ഗോപി പോലീസ് മാത്രമല്ല സംസാരിച്ചുള്ളൂ. എന്നെ വിളിച്ചപ്പോ ആ ഇൻസ്പെക്ടർക്ക് കൂടി ഫോൺ കൊടുത്തു. എന്തൊരു ചീത്ത വിളിയായിരുന്നു. ഇതൊക്കെ വക്കീൽ എന്തിനാ പറയുന്നത്? ക്ലയന്റിന്റെ കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ. മാത്രല്ല, ഈ കേസ് നടന്നാലല്ലേ അയാൾക്ക് ഫീസ് കിട്ടൂ. അയാൾ അതെന്തിനാ വേണ്ടെന്ന് വെക്കണം? ഇതിപ്പോ എല്ലാം എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഞാനെന്താ വല്ല നിയമം പഠിച്ചിട്ടുണ്ടോ? ഇതിപ്പോ ഈ കാറിന്റെ ജീപ്പിന്റെ വല്ല കാര്യമാണെങ്കിൽ ഞാൻ പറയാം. അതല്ല സുധീഷേ, ലോകത്ത് എത്ര പേര് ഡിവോഴ്സ് ചെയ്യുന്നു, അതുപോലെയല്ലേ ഇതും? നിധി, പതുക്കെ പറ. ആ നാത്തിന്റെ കണ്ണിങ്ങോട്ടാ. എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല. എടോ, ഈ ഡിവോഴ്സ് ചെയ്യുന്നോണ്ടായിരിക്കില്ല പ്രശ്നം. പിന്നെ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യുന്നോണ്ടായിരിക്കും. എന്നുവെച്ചാലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. പൊരുത്തപ്പെടുവോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. ഇതിപ്പോ 1 വർഷം കഴിഞ്ഞാൽ ചിലപ്പോ അവർ സമ്മതിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ 1 വർഷം കാത്തിരിക്കുന്നതാണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാന്നേ. നമ്മളിപ്പോ ഒരു നിയമക്കുരുക്കിൽ പെട്ടുപോയ സ്ഥിതിക്ക് വേറെ നിവൃത്തിയില്ലാന്ന് തോന്നുന്നു. ഇതൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കിതൊക്കെ പുതിയ അനുഭവം. എനിക്ക് എങ്ങനെയാണെന്നേ, നിധി ഇങ്ങനെ എല്ലാത്തിനും ഉത്തരം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? ഞാനിപ്പോ ആരോട് പോയി ചോദിക്കും? എനിക്ക് സംശയം പോലീസുകാർക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോന്നാ. എനിക്കും അറിയില്ലെന്നേ. പക്ഷേ ഒന്നുണ്ട്, നിധിയോട് അവര് സോഫ്റ്റ് ആയിട്ടല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നെ ആണെങ്കിൽ കൊല വിളിക്കുകയായിരുന്നു. എന്താ സുധീഷേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഏട്ടത്തി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. സർ, നിങ്ങൾ കോടതിയിൽ നിന്നല്ലല്ലോ. പ്രശ്നം തീർപ്പാക്കാൻ നിൽക്കാതെ ചെല്ലാന്ന്. ഇയാളെ ചെല്ല, നമുക്ക് നോക്കാം. അതെ, ആ വക്കീല് മാത്രമല്ല, വേറെ ഏത് വക്കീലിന്റെ അടുത്ത് പോയാലും അവരറിയൂന്ന എന്നോട് പറഞ്ഞിരിക്കുന്ന. അത് കേട്ടപ്പോഴേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയേ. അതെന്നെ എന്നോടും പറഞ്ഞേ. പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. തൽക്കാലം ഇതിപ്പോ ഇങ്ങനെ പോട്ടെ. നിധി പൊക്കോളൂ. ശരി, നമുക്ക് ശരിയാക്കുന്നേ. പൊക്കോളൂ. അളിയാ, ഞാൻ കൂടെ വരാം. അളിയാ തട്ട
അവരെന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു വല്ലോ കേസിലോ മറ്റോ വിട്ടാല് അതിന്റെ തിരിച്ചു പോകുക പ്രശ്നമാവും. ഞാൻ പോയി കാര്യങ്ങൾ അറിയിച്ചിട്ട് വരും. ദേടാ അങ്ങനെ അപേക്ഷിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. ഈ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലേ. നീ ധൈര്യോടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. എന്റെ ഗംഗേട്ടനെ അറിയില്ല. എന്താണ് നിനക്ക് തല ഉയർത്തി നോക്കാൻ ഒരു പാട്? എന്നെ പോലെ ഒരാൾ ഇവിടെ നിൽക്കുന്ന അറിഞ്ഞിട്ടും നീ എന്താ പേപ്പർ തിന്നോണ്ടിരിക്കുകയാണോ? നിന്നെ പോലെ ഒരുത്തിനെ തല ഉയർത്തി നോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പേപ്പർ തിന്നോണ്ടിരിക്കുന്നത്. അതുപോലും മനസ്സിലാകാത്ത മരക്കിഴങ്ങൻ. എടാ നീ വന്നു നിന്നു കരുതി ഞാൻ നിന്നോട് അങ്ങോട്ട് സംസാരിക്കണോ? ഭാസ്കരൻ എന്തെങ്കിലും അറിഞ്ഞു പറയാൻ തുടങ്ങിയല്ലേ നീ ഒന്നും താങ്ങത്തില്ല. മനസ്സിലായോ? പറയടാ, നീ ഇങ്ങനെ സ്വയം തള്ളി മറിക്കല്ലേ? നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം വന്നതാ. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ഓർക്കണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങോട്ടും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാലോ? അതെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അല്ല, ഒരു പരാതി എഴുതി ഞങ്ങൾ കൊടുക്കട്ടെ. എടാ പറഞ്ഞു നിൽക്കാൻ എഴുതി കൊടുക്കടാ. കള്ള കേസ് കൊടുത്ത തെമ്മാടികൾ കയറി അത് തന്നെയാ ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അടിയുണ്ടാക്കാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. പിന്നെ ഇയാള് വലിയ ജില്ലാ കളക്ടറായിട്ടല്ലേ അടികൂടാൻ പോന്നെ? ഒരു ദൂക്കടാ സാഹിബ്. ഒന്ന് പോടാ വിളക്കണ. പറയാനുള്ളത് പറഞ്ഞിട്ട് പോകണം. എനിക്ക് ഇടയിൽ കയറി സംസാരിക്കാൻ പറ്റില്ലേ? ഓ എന്റെ വീട്ടിൽ വന്ന് എന്നോട് മിണ്ടരുതെന്ന് പറയാൻ നീ ആളാ മരമാക്ക്. എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ. നോക്ക്, എന്റെ അനിയത്തി ലളിതയുടെ മകൾ സുനന്ദയുടെ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓ മിസ്റ്റർ ഗംഗേട്ടൻ, നിങ്ങളുടെ അനിയത്തി ആ പൂതലയുടെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തെങ്കിലേ അതങ്ങ് നടത്ത്. അതിന് ഇവിടെ വന്ന് അനുവാദം ചോദിക്കാൻ നിൽക്കണമെന്നില്ലല്ലോ. ഓ പിന്നെ നിന്റെ അനുവാദം ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ. അല്ലാതെ പിന്നെ ക്ഷണിക്കാൻ വന്നതാ. ഓരെണ്ണം ആ പരിസരത്ത് വന്നു പോലും. അല്ല, നിങ്ങൾ വിളിച്ചാ പോലും അവിടെ വന്ന് കളയാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എന്നിട്ടല്ലേ കല്യാണം കൂടെ വരുന്നത്. ഓ സന്തോഷം. പക്ഷെ ഒന്നുണ്ട്, അതിനു മുമ്പ് സുനന്ദയെ കാണാനോ അവളുടെ മനസ്സ് മാറ്റാനോ ശ്രമിച്ചാൽ അത് നോക്കി ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. എന്തോ അതിവിടെ പറ. വെറുതെ ഇരിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് പേടിക്കാമല്ലോ. അല്ല മക്കളെ, സുനന്ദ എന്റെ അനിയത്തിയുടെ മകളായിരിക്കും. പക്ഷേ അവളെ വളർത്തി വലുതാക്കിയത് ഞാനാ. കൊള്ളാവുന്ന സ്ഥലത്തേക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ഞാൻ മുൻകൈ എടുത്തിട്ടാ. അതിനിടയിലേക്ക് വന്ന് അവളുടെ മനസ്സ് മാറ്റി കല്യാണം കലക്കാൻ ശ്രമിച്ച വെട്ടിക്കൊന്ന് ജയിലിൽ പോകാൻ ഞാൻ മടിക്കില്ല. അത് കലക്കി. എന്താടാ കാണണോ? കാണണം. അതെ, ഞങ്ങൾക്കും അതൊന്ന് കാണണം. വേണ്ട, കാണിക്കട്ടെ. എടാ അങ്ങനെ ഒരു കോമഡി പറയുമ്പോ അത് കേട്ട് ചിരിക്കാതെ തിരിച്ച് ദേഷ്യപ്പെടണ പിള്ളേരെ. നിനക്കൊക്കെ കോമഡി മനസ്സിലാക്കുന്ന സെൻസില്ലടാ. എടാ ഇപ്പൊ പൊട്ടാമസേ, ഇപ്പൊ പറഞ്ഞ കോമഡി ഓക്കെ. പക്ഷെ ഇനി അത് പറഞ്ഞ അത് നടപ്പിലാക്കി ജയിലിലേക്ക് പോകുന്നത് ഞാനായിരിക്കും. നിനക്ക് ജയിലിൽ പുതിയ കാര്യമില്ലെന്നറിയാം. പക്ഷെ അതുകൊണ്ട് നിന്റെ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണം. എന്റെ അനിയത്തിയുടെ മകളുടെ കാര്യത്തിൽ ഈ വീട്ടിലെ ഒരുത്തരം തലയിട്ട് പോകണമെന്ന് മുന്നറിയിപ്പ് തരാനാ ഞാനിപ്പോ കൊണ്ടുവന്നേ. ആ കല്യാണം നല്ല രീതിയിൽ നടക്കണം. ഇവിടുന്ന് ഒരു ചെറിയ ശബ്ദം പോലും അങ്ങോട്ട് വരരുത്. അത് പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഓർത്തു വെച്ചോ. അതെ, കുറെ നേരമായാലും ഡയലോഗ് തുടങ്ങിയിട്ട്. ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയോ? നിങ്ങൾ മാത്രം ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്തിനാ? നിങ്ങൾ വളർത്തി വലുതാക്കിയ കുട്ടിയാന്ന് പറഞ്ഞല്ലോ. ആ കുട്ടിയായിട്ട് ഞങ്ങളുടെ സുഭാഷ് ചേട്ടൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളർത്തിയതിന്റെ ഗുണം കൊണ്ടായിരിക്കും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത്. പടി കടന്നു പോരുന്ന മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാലും പിൻവാതിലൂടെ നുഴഞ്ഞു കയറാൻ നോക്കുന്നത് ചില പൂച്ചയുടെ ജന്മം. അതുകൊണ്ട് ഇവിടെ വന്നു വലിയ നാവാട്ടൊന്നും വേണ്ട കേട്ടല്ലോ. ആദ്യം പോയി അവളെ അടങ്ങി നിൽക്കാൻ പഠിപ്പിക്കും. അതെ, അല്ലെങ്കിലേ കല്യാണത്തിനന്ന് മണ്ഡപത്തിലേക്ക് വരുന്നതിന് പകരം പെണ്ണ് എന്റെ അടുക്കള വാതിലൂടെ നുഴഞ്ഞങ്ങ് അകത്തേക്ക് വരും. പോടാ നക്കിക്കൊട്ടി തരും. പോടാ തിരിഞ്ഞു നോക്കാ. പോടാ നമുക്ക് പോവാം. വരട്ടെ, കുറച്ചേരം ഇരിക്കാം. ഭയങ്കര ഭക്തിയാണല്ലോ. ഭക്തിയൊക്കെ ഉണ്ട്. പക്ഷെ അമ്പലത്തിൽ കുറച്ചേരം ഇരിക്കുന്നതേ അതുകൊണ്ട് മാത്രമല്ല, മനസ്സിനൊരു സമാധാനം കിട്ടാനത് നല്ലതാ. നിങ്ങൾ എത്ര കാലമായി പരസ്പരം മിണ്ടാതെ? ആര്? നിങ്ങളും അമ്മായും വലിയച്ഛനൊക്കെ ആയിട്ട് നിങ്ങൾ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാതായിട്ട് എത്ര നാളായിന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ ജനിച്ച കാലം പോലെ അങ്ങനെ തന്നെയാ. അച്ഛൻ ജയിലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അന്ന് തുടങ്ങിയതാ. പിന്നീട് അവർക്കാർക്കും വീടോടെ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. അപ്പൊ സുനന്ദ മാത്രമാണോ വീട്ടിലേക്ക് വരാറ്? അതും മുന്നിലൂടെ ആറില്ലല്ലോ. പിൻവശം വഴി വന്ന് സുഭാഷേട്ടനെ കൊണ്ട് തിരിച്ചു പോകാറില്ല പതിവ്. ആ പേരും പറഞ്ഞ് അമ്മായി ചേച്ചിനെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. എന്നാലും പിറ്റേ ദിവസം പിന്നെയും വരും. അത് സുഭാഷേട്ടനുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മറ്റുള്ളവർ അറിയുന്ന എന്തിനാ? സുഭാഷേട്ടൻ അറിഞ്ഞ പോരെ. സുഭാഷേട്ടന്റെ ഉള്ളിലും സുനന്ദയുടെ ഇഷ്ടമുണ്ട്. ആ കണ്ണിൽ നോക്കിയാൽ അത് കാണാം. സുനന്ദയെ നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരലിവ്. അതുകൊണ്ട് എന്ത് കാര്യം? നടക്കുന്ന കാര്യമില്ലടത്തി. സുഭാഷേട്ടൻ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. പൊതുവെ സ്വന്തമായി ഒന്നും ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്. ഈ വിഷയത്തിലും സുഭാഷേട്ടൻ അങ്ങനെ തന്നെ ആയിരിക്കും. കുറെ നേരം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടില്ല. സുഖായിരിക്കുന്നു. എന്തിനാ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത്? നിങ്ങളൊന്ന് സംസാരിക്കും, അതറിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ വെറുതെ തൊഴാമെന്ന് തൊഴുത്ത് പോയാൽ പോരെ? അങ്ങനെയൊന്നും പറയില്ല നികേഷ്. ഞാൻ പറഞ്ഞ ശരിയല്ല എടുത്തി. ഇവരൊന്ന് സംസാരിക്കും, പിന്നെ ഞാനെന്തോ തെറ്റിയതുപോലെ പോലീസ് ഒന്ന് നിൽക്കും. മതിയടാ, വേണ്ട. ഏട്ടനും ഉണ്ടായി. ഇപ്പൊ എന്തിനാ നമ്മളോടൊന്ന് സംസാരിക്കുന്നത്? പോവാൻ പറ. നീ ഒരു കാര്യം ചെയ്യ്, പോയി പുഷ്പാഞ്ജലി കയറി ചീട്ടാക്ക്. അത് കൊടുത്തിട്ട് വാ. ഇപ്പൊ എന്നെ എന്തിനാണ് ഓടിക്കുന്നത്? പോയിട്ട് വാ, ഒരു 5 മിനിറ്റ്. ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. അതാ എടുത്തി. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ചെല്ല, ഞാൻ സംസാരിക്കട്ടെ. ചെല്ല, വാ, വന്നിരിക്കും. ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളായല്ലേ? അതാ നികേഷിന് എന്നോട് ഇത്ര ദേഷ്യം. അതെ, വീട്ടിലച്ഛൻ കല്യാണം തീരുമാനിച്ചു. അറിയാം, നീ പറഞ്ഞത് ശരിയാ. ഒന്നെങ്കിൽ ഞാൻ സുഭാഷിന്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കണം. എനിക്ക് രണ്ടിനും പറ്റുന്നില്ല. അച്ഛൻ ഏർപ്പാടാക്കിയ വിവാഹം എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് പറയാനോ എതിർത്തിക്കാനുള്ള ശേഷി എനിക്കില്ല. സുഭാഷിനെ എനിക്ക് വലിയ ഇഷ്ടം. മരിക്കുന്നത് വരെ അത് മാറിയില്ല. മരണം വരെ അത് ഓർത്ത് കരയാനായിരിക്കും എന്റെ വിധി. കുട്ടിക്കാലം മുതൽ എന്നോട് മുഖം കറുത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സുഭാഷേട്ടൻ.
അവിടെയുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യം. പക്ഷെ സുഭാഷ് ചേട്ടൻ അങ്ങനെയല്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ശരി, എന്റെ വീട്ടുകാർ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ എനിക്ക് ധൈര്യമില്ല. ഇടയ്ക്ക് ഞാനും നിധിയെ പോലെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയാലെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, എന്റെ സന്തോഷം എന്നേക്കുമായി മരിച്ചുപോയി നിധി. ഇനി ഒരിക്കലും അതുണ്ടാവില്ല. നിന്റെ ചേട്ടനില്ലേ ആ ഡ്രൈവർ? ആ സുധീഷ് ചേട്ടൻ ആള് ഓഫീസിൽ വന്നിരുന്നു. ഭാര്യ ഉണ്ടായിരുന്നു കൂടെ. അവർക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോയോന്ന്. ഇതിനു വേണ്ടിയാണോ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കം കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി വിവാഹം കഴിച്ചത്? സുധീഷ് ചേട്ടൻ ചെയ്തിട്ടില്ല. ഞാൻ ഡിവോഴ്സ് ചോദിച്ചത്.